കഴിഞ്ഞ ദിവസമായിരുന്നു വോട്ടർ പട്ടികയിലെ കൃത്രിമം സംബന്ധിച്ച വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. ഒരു കെട്ടിടത്തിൽ 7000-ഓളം വോട്ടർമാർ വന്നതിനെ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ രാഹുലിന്റെ വാക്കുകൾ അന്ന് തള്ളിക്കളയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തുടർന്നാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തു വന്നത്. മമതാ ബാനർജി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ കപിൽ സിബലും പ്രതിപക്ഷത്തിനൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമുഖങ്ങൾ തെറ്റാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ മുതിർന്ന നേതാവും അഭിഭാഷകനുമായ കപിൽ സിബലും അതിനെ അനുകൂലിക്കുകയാണ്. ഒരേ ആൽഫ ന്യൂമറിക് ശ്രേണിയിൽ വരുന്ന നമ്പറുകളിലാണ് വോട്ടിരട്ടിപ്പ് എന്ന വാദം തെറ്റാണ്. കമ്മീഷന്റെ വാദങ്ങൾ പൊളിച്ചടുക്കുകയാണ് കപിൽ സിബലും ഇപ്പോൾ ചെയ്യുന്നത്. തിരിച്ചറിയൽ കാർഡിലെ എപ്പിക് നമ്പർ 3 അക്ഷരങ്ങളും 7 അക്കങ്ങളും അടങ്ങിയതാണ്. ഈ 3 അക്ഷരങ്ങളും ഓരോ നിയമസഭാ മണ്ഡലങ്ങൾക്കും പ്രത്യേകമായി നൽകുന്നതാണ്. അതിനാൽ ഒരേ സംസ്ഥാനത്തെ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് കിട്ടുന്ന എപ്പിക് നമ്പറുകളിൽ ഈ 3 അക്ഷരങ്ങൾ ഒരിക്കലും ഒന്നാകും. ഒരേ എപ്പിക് നമ്പറിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ 2 ആളുണ്ടാകാമെങ്കിലും അവർക്ക് അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ വോട്ട് ചെയ്യാനാകൂ എന്നതാണ് കമ്മീഷന്റെ വാദം. എന്നാൽ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയിൽ ഓരോ വോട്ടറുടെയും ഫോട്ടോയും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഓരോ എപ്പിക് നമ്പറുമായിട്ടാണ്. അപ്പോൾ 2 സംസ്ഥാനങ്ങളിലെ 2 വോട്ടർമാരുടെ ഫോട്ടോയിൽ ഒന്ന് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. മറ്റേയാൾക്ക് വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒഴിവാക്കപ്പെടുന്നത് BJP ഇതര പാർട്ടികളുടെ വോട്ടർമാരെ ആയിരിക്കുമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷം വീണ്ടും ഒറ്റക്കെട്ടാവുകയാണ്. കപിൽ സിബൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. ഒരുമിച്ച് നിന്ന് പോരാടണം. BJPക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ കോൺഗ്രസിനൊപ്പം താനും ഉണ്ടാകുമെന്നുള്ള കപിൽ സിബലിന്റെ വാക്കുകൾക്ക് കൂടുതൽ കയ്യടി ഇപ്പോൾ കിട്ടുകയാണ്. താൻ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയാലും ഒരു വിളിപ്പുറത്ത് താൻ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ കപിൽ സിബൽ നൽകുന്നത്.